ഹലോ ഗൈസ്, അപ്പോൾ ഇന്നൊരു മിനി വ്ളോഗാണ് കേട്ടോ. അപ്പോൾ ഇന്ന് വീട്ടിൽ കുറച്ച് പണിയുള്ള ദിവസമാണ്. അപ്പോൾ വീടൊക്കെ ഒന്ന് തട്ടി അടിച്ച് വൃത്തിയാക്കി വെച്ചിട്ടാണ് കേട്ടോ. പിന്നെ തോർത്തുമുണ്ടൊക്കെ കെട്ടിയിട്ടുണ്ട്, അല്ലെങ്കിൽ തലയ്ക്ക് മാറാലും ചതിലൊക്കെ വീട്ടോ. അങ്ങനെ തട്ടി അടിക്കലൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നേരെ ജനലും വാതിലും കട്ടിലൊക്കെ തുടയ്ക്കാനായിട്ടോ പോയത്. അപ്പോൾ ഒക്കെ പൊടി പിടിച്ച് കിടക്കുകയായിരുന്നു കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് തുടച്ച് വൃത്തിയാക്കി പിന്നെ അലമാര തുടയ്ക്കാൻ വേണ്ടി പോയിട്ടോ. അപ്പോൾ അലമാരൊക്കെ തുടക്കൽ കഴിഞ്ഞിട്ട് പിന്നെ മോളിക്ക് എത്തുന്നില്ല കേട്ടോ. പിന്നെ ഞാൻ ചാടി കേട്ടോ മോളൊക്കെ തുടച്ചത്. പിന്നെ തോന്നി ഇത്രയും ഇങ്ങനെ തിടുങ്ങണങ്കാടും നല്ലത് കസാല എടുത്ത് കൊടുത്തിട്ട് തുടച്ചാൽ പോരെയെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു കേട്ടോ. ഈ വീഡിയോ എഡിറ്റ് ചെയ്യുമ്പോഴാട്ടോ എനിക്ക് തോന്നുന്നത്. പിന്നെ തുടക്കലൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ചെടികൾക്ക് വെള്ളം ഒഴിച്ച് വെക്കാറുണ്ട് കേട്ടോ, തുടച്ച വെള്ളം. അപ്പോൾ ഇതിപ്പോൾ ഒഴിച്ചു വെക്കാൻ വൈകിട്ടോ, ഉച്ചയ്ക്ക് ഞാൻ ഒഴിച്ചു കൊടുത്തായിരുന്നു. അപ്പോഴേക്കും ചെടികളൊക്കെ വാടി തൂങ്ങി നിൽക്കുകയായിരുന്നു. പിന്നെ വൈകുന്നേരം ആയപ്പോൾ ഞങ്ങൾ അമ്പലത്തിൽ പോയായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ അവിടുത്തെ കുമ്മാട്ടിയൊക്കെ ആവുകൊണ്ട് അമ്പലത്തിൽ ഓരോ പരിപാടിയായിരുന്നു കേട്ടോ. കുമ്മാട്ടിയൊക്കെ കഴിഞ്ഞിട്ട് എന്നിട്ടൊക്കെയാണ് ഈ വീഡിയോ അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ അമ്പലത്തിൽ ഓരോ ദിവസം ഓരോ പരിപാടി ഉണ്ടായിരുന്നു. അപ്പോൾ അന്ന് നാടൻപാട്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞങ്ങൾ നാടൻപാട്ട് കാണാൻ വേണ്ടി പോയതാട്ടോ. അപ്പോൾ സാനി ഞങ്ങൾക്ക് കുറേ നേരം നിന്നിട്ടാട്ടോ, കുറേ കഴിഞ്ഞപ്പോഴാണ് സീറ്റ് കിട്ടിയത്. അപ്പോൾ സാനി ഞാൻ മടിയിൽ ഇരുത്തിക്കുകയാണ്. അപ്പോൾ സാനി കുറേ കോഷ്ടിയൊക്കെ കാട്ടുന്നുണ്ട്. ആദ്യമൊക്കെ നല്ല സ്നേഹപ്രകടനമായിരുന്നു കേട്ടോ സാനിക്ക്. വന്നപ്പോൾ തന്നെ ഐസ്ക്രീം വണ്ടിയിലേക്കായിരുന്നു കണ്ടുണ്ടായിരുന്നത്. പിന്നെ ഞാൻ സൈ ഇട്ടിട്ട് ഞാൻ നേരത്തൊന്നും വാങ്ങിക്കൊടുത്താട്ടോ. പിന്നെ ഞാൻ പോവാറാകുമ്പോൾ ഞാൻ എനിക്കൊരു ഐസ്ക്രീം വാങ്ങിത്താട്ടോ. അപ്പോൾ അതും വേണോ പറഞ്ഞിട്ട് എന്നെ പിടിച്ച് കരച്ചിലായിരുന്നു കേട്ടോ. അങ്ങനെ സൈ ഇട്ടിട്ട് ഞാൻ അവളെ കയ്യിൽ കൊടുത്തു കേട്ടോ. സാനിനെ കൊടുന്നതാണ് കേട്ടോ പ്രശ്നം. അവൾ കരഞ്ഞ് വാശി പിടിച്ചിട്ട് അവൾ അത് വാങ്ങിക്കിട്ടോ. കണ്ടോ, ഒരു തേയില്ലാതെ കേൾക്കുന്ന സാനിയാണ്.